അതുപോലെ തന്നെ ഈ ഹിജ്റയുടെ സമയത്ത് വളരെ അപകടകരമായ ഒരു തീരുമാനമെടുത്തൊരു വ്യക്തിയായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. നമ്മൾ കേട്ടിട്ടുണ്ടാകാം സുഹൈബ് റളിയല്ലാഹു അൻഹു. സുഹൈബ് അർ റൂമി, റോമക്കാരനായ സുഹൈബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന് കാരണം അദ്ദേഹം മക്കക്കാരനായിരുന്നില്ല, ഖുറൈശി ആയിരുന്നില്ല, മക്കയിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയാണ്. മറ്റ് വിദേശ നാട്ടിൽ നിന്ന്, ഒരുപക്ഷെ റോമ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് സുഹൈബ്. അതുകൊണ്ട് തന്നെ സുഹൈബ് അർ റൂമി എന്നാണ് അദ്ദേഹം ഇന്നും ഇസ്ലാമിക ചരിത്രത്തിലും അറിയപ്പെടുന്നത്. അദ്ദേഹം ഹിജ്റ പോകാനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഖുറൈശികളൊക്കെ കൂടി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹം നല്ല ആയോധന കല അറിയുന്ന ആളാണ്, നല്ല പോരാടാൻ അറിയുന്ന ആളാണ്. പക്ഷെ മക്കക്കാർ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അതൈതന സ്വഅലൂകൻ ഹഖീറൻ. മക്കക്കാർ പറഞ്ഞത് അങ്ങനെയാണ്, നീ ഞങ്ങളുടെ അടുത്തേക്ക് സ്വഅലൂക്കായിട്ടാണ്, തെണ്ടിയായിട്ടാണ്. സ്വഅലൂക്ക് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒരു ഇതുമില്ലാത്ത, സമ്പത്തോ ഒന്നുമില്ലാത്ത ഒരാൾ. സ്വഅലൂക്ക്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടിയായിട്ടാണ് സുഹൈബ് നീ മക്കയിലേക്ക് വന്നത്. ഫകസുറ മാലുക ഇൻദന, ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് നീ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത്. നീ ഇന്ന് നേടിയെടുത്ത സാമൂഹികമായുള്ള പദവിയും ഒരു ആളുകളുടെ ആദരവും സ്ഥാനവും ഒക്കെ നേടിയെടുത്തത് മക്കയിൽ വന്നതുകൊണ്ടാണ്. എന്നിട്ടിപ്പോ ഇതൊക്കെ കാറ്റിൽ പറത്തി ഞങ്ങളെയൊക്കെ അപമാനിച്ച് ഖുറൈശികളുടെ ഒക്കെ മൂക്കിൻ തുമ്പിലൂടെ നിനക്ക് മുസ്ലിമായി മദീനയിലേക്ക് പോകണം, നിന്റെ ഈ സമ്പത്തും നിന്റെ ഈ പദവിയും ഒക്കെ കൊണ്ട് നിനക്ക് മദീനയിലേക്ക് രക്ഷപ്പെടണം എന്നാണോ നീ വിചാരിക്കുന്നത്? വല്ലാഹി ലാ യകൂനു ദാലിക്, അതൊരിക്കലും നടക്കുക എന്നാണ് ഖുറൈശികൾ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾ ഈ എടുത്തു പറഞ്ഞ സമ്പത്തും, എന്റെ ഈ സമ്പത്ത് കൊണ്ടാണല്ലോ എനിക്ക് സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായി, ഈ സമ്പത്തും മുഴുവൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? വെറുതെ വിടാം. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിൽ അദ്ദേഹം സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ആ ഒരു സ്ഥലം അവർക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ മുഴുവൻ സമ്പത്തും, വളരെ സമ്പന്നനായിരുന്ന, മക്കയിലേക്ക് വന്ന് വളരെ സമ്പത്ത് നേടിയ അദ്ദേഹം മുഴുവൻ സമ്പത്തും തൻ്റെ കയ്യിലുള്ള മുഴുവനും ഖുറൈശികൾക്ക് എടുത്തു കൊടുത്തിട്ടാണ്, ആ സ്ഥലം പറഞ്ഞു കൊടുത്ത് അവർക്ക് നൽകിയിട്ടാണ് അദ്ദേഹം ഹിജ്റ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ സുഹൈബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, റബഹ സുഹൈബ്, സുഹൈബ് നേടിയത് വല്ലാത്തൊരു ലാഭം തന്നെയാണ്. റബഹ സുഹൈബ്, സുഹൈബിന് ലഭിച്ചത് വലിയൊരു റിബഹ് ലാഭമാണ്. എല്ലാം കൊടുത്ത് സുഹൈബ് വാങ്ങിയത് ഇസ്ലാമിനെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയായിരുന്നു സ്വഹാബികൾ. സുഹൈബ് റളിയല്ലാഹു അൻഹു ആയാലും മറ്റുള്ള സ്വഹാബികളായാലും സമ്പന്നരായിരുന്നാലും ദരിദ്രരായിരുന്നാലും ഉള്ളതെല്ലാം കൊടുത്ത് അവർ ഇസ്ലാമിനെ വാങ്ങി, ഇസ്ലാമിനെയും കൊണ്ട് അവര് മദീനയിലേക്ക് രക്ഷപ്പെട്ടതാണ് ഈ ഒരു സമയത്ത്. അടുത്തത് ഈ ഒരു സമയത്തുണ്ട മറ്റൊരു എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയാണ്. അതിനെപ്പറ്റി വിവിധ രൂപത്തിൽ സീറ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പം അതുപോലെ തന്നെ 20ഓളം വരുന്ന ആളുകളോടൊപ്പമായിരുന്നു അദ്ദേഹം ഹിജ്റ പോയത് എന്ന് ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ പോകുന്നതിന് മുൻപ് അമ്പും വില്ലും ആയുധങ്ങളൊക്കെ ധരിച്ച്, അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ അണിഞ്ഞ് മസ്ജിദുൽ ഹറമിലേക്ക് വന്ന അദ്ദേഹം കഅബയുടെ അടുത്ത് വന്ന് തവാഫ് ചെയ്ത് ഖുറൈശികളോട് പറഞ്ഞു എന്നാണ്, ആർക്കെങ്കിലും സ്വന്തം ഭാര്യ വിധവയായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് പിതാവില്ലാതെ ആകാൻ, സ്വന്തം മക്കൾ അനാഥരാകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ അപ്പുറത്തെ മലയുടെ അടുത്തുണ്ടാകും, അവിടെ വന്നാൽ നിങ്ങൾക്ക് കാര്യം തീരുമാനമാക്കാം, ഞാനുമായി യുദ്ധം ചെയ്യാം, എന്നിട്ട് ഞാൻ ഹിജ്റ പോകുള്ളൂ എന്ന് പരസ്യമായി ആളുകളോട് പറഞ്ഞ് ഹിജ്റ പോയി. ഒരാളും തടുക്കാൻ വന്നില്ല. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോയി എന്ന് ഒരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊരു റിപ്പോർട്ടിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ 2 ആളുകളും, അയ്യാഷ് ഇബ്നു അബി റബീഅ എന്ന് പറയുന്ന സ്വഹാബിയും ഹിഷാം ഇബ്നുൽ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന സ്വഹാബി. ഈ ആസ് ഇബ്നു വാഇലിന്റെ മകൻ ഹിഷാം, ആസ് ഇബ്നു വാഇൽ അസ്സഹ്മി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാം. മുമ്പും ആ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായിരുന്നു അദ്ദേഹം, ആസ് ഇബ്നു വാഇൽ. അദ്ദേഹത്തിന്റെ മകൻ ഹിഷാം. അങ്ങനെ ഈ 3 ആളുകൾ, ഉമർ റളിയല്ലാഹു അൻഹുവും അയ്യാഷ് ഇബ്നു അബി റബീഅയും ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൂടി തീരുമാനിച്ചു, നമ്മൾ 3 പേരും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അത് ഒരുമിച്ച് കൂടിയാൽ അതിനർത്ഥം 3 പേർക്കും ഒരുമിച്ച് ഹിജ്റ പോകാം. അതല്ല എങ്കിൽ ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ല, ആ സമയത്ത് എത്തിയില്ല എങ്കിൽ അയാൾ എന്തോ കാരണം കൊണ്ട് പിടിക്കപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കുടുങ്ങി എന്നത് മനസ്സിലാക്കി ബാക്കിയുള്ളവർ ഹിജ്റ പോവുക എന്ന നിലക്കാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അവസാന സമയമായപ്പോ ഹിഷാം റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അയ്യാഷ് ഇബ്നു അബി റബീഅയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവുമാണ് അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇവർ മദീനയിലേക്ക് എത്തി, ഖുബായിലെത്തി. ഇവർ 2 പേരും, ഉമർ റളിയല്ലാഹു അൻഹുവും, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയും 10-20 ആളുകളുണ്ട്. അതുപോലെ അയ്യാഷ് ഇബ്നു അബി റബീഅ റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. ഇവർ ഖുബായിലെത്തി. ഖുബായിലെത്തുമ്പോൾ
അബൂജഹലും അതുപോലെ തന്നെ അബൂജഹലിന്റെ അയ്യാഷ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ഹാരിസും ഖുബായിൽ അവിടെ ഇവരെ കാണാൻ വേണ്ടി അവിടെയുണ്ട്. ഖുബായിൽ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി അയ്യാഷ് റളിയല്ലാഹുവിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അതിനുള്ള ഒരു കാരണം ഈ അബൂജഹല്, അയ്യാഷ് ബിൻ അബി റബിയ, അതുപോലെ തന്നെ അയ്യാഷ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ഹാരിസ്, ഇവർ 3 പേരുടെയും ഉമ്മ ഒരാളാണ്. അതുകൊണ്ടാണ് ഇവർ 3 ഒരു സഹോദരങ്ങൾ എന്ന നിലക്ക് അയ്യാഷ് റളിയല്ലാഹുവിനെ കൊണ്ടുപോകാൻ വേണ്ടി അബൂജഹലും ഇവരൊക്കെ വരുന്നു. ഇവർ 2 പേരും അയ്യാഷ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ഒരു തന്ത്രം, അവർ പറയാണ്, ഇന്ന ഉമ്മക്ക് ഖദ് നദർത്ത്, അയ്യാഷ് നിന്റെ ഉമ്മ ഒരു മോശം അവസ്ഥയിലാണ്, നിന്റെ ഉമ്മ ഒരു നേർച്ച നേർന്നിരിക്കുകയാണ്. എന്താണ്? നിന്നെ കാണാതെ അല്ലെങ്കിൽ നീ തിരിച്ചു വരാതെ ഇനി അവർ മുടി ചെയ്യാതെ മുടിയൊന്നും കെട്ടിവെക്കാതെ അവരിങ്ങനെ ഒരു വിരൂപയായിട്ട് ഒരു അങ്ങനെ ഭ്രാന്തിയെപ്പോലെ നടക്കും. അതുപോലെ തന്നെ ഇനി ഒരിക്കലും തണലത്ത് നിൽക്കില്ല, വെയിലത്ത് തന്നെ നിൽക്കും എന്നുള്ള 2, അഥവാ സ്വയം ബുദ്ധിമുട്ടിച്ച് സ്വന്തം മകൻ അയ്യാഷിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതുകൊണ്ട്, അതുകൊണ്ട് ഉമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ വരണം, നീ പോയത് ഇപ്പൊ വളരെ പ്രശ്നമായി, അതുകൊണ്ട് നീ തിരിച്ചു വന്നാലേ ഉമ്മയോട് നിനക്കൊരു കാരുണ്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയ്യാഷ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഉമ്മയോടുള്ള ഒരു കാരുണ്യം, ഉമ്മ അങ്ങനെ ഒരു വിഷമ അനുഭവിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് സഹിച്ചില്ല. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യാഷ് ഇത് ഒരു തന്ത്രമാണ്, വല്ലാഹി ഇൻ യുരീദുക്കൽ ഖൗം ഇല്ലാ ലിയഫ്തിനൂക്, നിന്നെ ഫിത്നയിലാക്കാൻ, നിന്നെ കൊടുക്കാനാണ് നിന്റെ ഈ 2 ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ദീനിൽ നിന്നെ ഫിത്നയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിച്ചു പോയാൽ മതി, പോകണ്ട എന്ന അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞു, ഉമ്മ കുറച്ചു കാലം മുടി ചെയ്യാതിരുന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് തലമുടിയിൽ പൊടിയാകുമ്പോൾ അല്ലെങ്കിൽ തലമുടി വൃത്തിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മ മുടി ചെയ്യിക്കോളും. കുറച്ചു നേരം വെയിലത്ത് നിന്നാൽ ഉമ്മ തന്നെ സ്വയം തണല് ഉള്ള സ്ഥലത്തേക്ക് മാറിക്കോളും. അത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതുണ്ടാവും. അതല്ലാതെ അത് നിന്നെ കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പോകരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അയ്യാഷ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അത് യോജിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വന്തം ഉമ്മ എന്ന നിലക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒട്ടകം അത് അയ്യാഷ് റളിയല്ലാഹു അൻഹു കൊടുത്തു. കാരണം അത് ഉമർ റളിയല്ലാഹു അൻഹു എന്നൊരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് അദ്ദേഹം ഏറ്റവും നല്ല ഒരൊട്ടകം, ചുറുചുറുക്കുള്ള ഒരു ഒട്ടകമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അത് അയ്യാഷ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങരുത്, എന്തെങ്കിലും പോകുന്ന വഴിക്ക് മക്കയിലെത്തുന്ന വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, വളരെ ആരോഗ്യമുള്ള ഞാൻ ഉപയോഗിക്കുന്ന നല്ല മേത്തരം ഒട്ടകമാണിത്, അതുകൊണ്ട് നിനക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വരാൻ കഴിയും. അപ്പൊ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഈ ഒട്ടകമായിട്ട് നീ വളരെ സ്പീഡിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അയ്യാഷ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ പോയി. ഖുബാ വരെ എത്തിയ മനുഷ്യനാണ് അയ്യാഷ് റളിയല്ലാഹു അൻഹു. ഖുബാ വരെ, ഇനി മദീനയിലേക്ക് ദൂരമില്ല, ഖുബാ എന്ന് പറഞ്ഞാൽ തന്നെ മദീന എത്തി എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ എത്തി വഴിക്ക് വെച്ച് അബൂജഹൽ പറഞ്ഞു, എന്റെ ഒട്ടകത്തിന് എന്തൊക്കെയോ ചില പ്രശ്നം, ഞാനും കൂടി നിന്റെ ഒട്ടകത്തിൽ കയറിക്കോട്ടെ. അയ്യാഷ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അപ്പോ നിന്റെ ഒട്ടകത്തിന്റെ പിറകിൽ എനിക്കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, എന്റെ ഒട്ടകത്തിന് എന്തോ ഒരു പ്രശ്നം. അങ്ങനെ അയ്യാഷ് റളിയല്ലാഹു അൻഹു തന്ത്രത്തിലൂടെ ഒട്ടകത്തെ മുട്ടുകുത്തി അയ്യാഷ് റളിയല്ലാഹു അൻഹു അവരുടെ കൈപ്പിടിയിലായി എന്ന അവസ്ഥയിലെത്തിയപ്പോൾ പിടിച്ചു കെട്ടുകയുമാണ് സ്വന്തം സഹോദരങ്ങളായ അബൂജഹലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരനായ ഹാരിസും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തെ അവർ പിടിച്ചു കെട്ടിക്കൊണ്ട് മക്കക്കാരുടെ മുമ്പിലൂടെ ബന്ധനസ്ഥനായ രീതിയിൽ പകൽ വെളിച്ചത്തിൽ അവർ അദ്ദേഹത്തെ നടത്തിക്കുകയും മക്കക്കാരുടെ മുമ്പിൽ വെച്ച് അയ്യാഷ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധനസ്ഥനായ നിലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, യാ അഹ്ല മക്ക, മക്കക്കാരെ ഇത് നോക്കൂ, ഞങ്ങളുടെ സ്വന്തം സഹോദരനായ അയ്യാഷിനോട് ഞങ്ങൾ ഇതാണ് ചെയ്തത്, അതുകൊണ്ട് ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരോട് ചെയ്യണം. ഹിജറ പോകാൻ ഒരൊറ്റ കുട്ടിയെ നിങ്ങൾ അനുവദിക്കരുത്. ഹാക്കദാ ഫഫ്അലൂ ബിസുഫഹാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയില്ലാത്ത കുറെ വിഡ്ഢികൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും, സുഫഹാക്കളായ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. നമ്മുടെ ഗോത്രം, നമ്മളെ ആ ഒരു ബുദ്ധിയും പക്വതയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഇതാണ് നമ്മുടെ സ്വന്തം സഹോദരനോട് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഇതേ നിലപാട് സ്വീകരിക്കണം, നമ്മുടെ ഈ വിഡ്ഢിയോട് നമ്മൾ സ്വീകരിച്ച നിലപാട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഹിഷാം, അയ്യാഷ് എന്ന് പറയുന്ന 2 സ്വഹാബികൾ, നേരത്തെ വരാൻ പറ്റാത്ത ഹിഷാം, ഇവർ 2 പേരും ഖുറൈശികളുടെ തടവിൽ തന്നെ, ഇവർ 2 പേരും ഒരൊറ്റ വീട്ടിൽ, മേൽക്കൂരയില്ലാത്ത മതിലുകൾ മാത്രമുള്ളൊരു വീട്ടിലായിരുന്നു അവരെ തടവിൽ പാർപ്പിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ എരിയുന്നൊരു വിഷയമായിരുന്നു ഇവർ 2 പേരും. ഇവർ 2 പേരും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിൽ എത്തിയതിനു ശേഷമാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിൽ എത്തി, സ്വഹാബാക്കളൊക്കെ അത്യാവശ്യം എല്ലാവരും
അവിടെ എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് ഇവർ രണ്ടുപേരുടെയും അവസ്ഥകളും മറക്കാൻ കഴിയുന്നില്ല. റസൂൽ ഇടയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൻ ലീ ബി അയ്യാഷിൻ വ ഹിഷാം, ഹിഷാമിനെയും അയ്യാഷിനെയും നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും കഴിയുമോ? ഹിജ്റ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, മദീനയിലേക്ക് തിരിച്ചു പോകണം. ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് ബന്ധനസ്ഥരായ രണ്ടുപേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അങ്ങനെ വലീദ് ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും അനലക യാ റസൂലല്ലാഹ്, ഞാൻ അതിലുണ്ട് റസൂലെ എന്ന് പറയുകയും മക്കയിൽ രാത്രി സമയത്ത് ഒളിച്ചു കടന്ന് ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയെ അവരെ പിന്തുടർന്ന് ആ സ്ഥലം കണ്ടെത്തി അങ്ങനെ അവരെ രണ്ടുപേരെയും തടവിൽ നിന്ന് മോചിപ്പിച്ച് അവരെയും കൊണ്ട് മതിൽ ചാടി രക്ഷപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും തിരിച്ച് മദീനയിൽ എത്തുന്നത്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഹിജ്റയിൽ പല സ്വഹാബികൾ പല രൂപത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ സൂചിപ്പിച്ചു എന്നത്